ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ Q&A ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ, അങ്ങനെ വല്ലാണ്ട് മലമറിക്കണ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും വന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് ആൻസർ പറയാൻ തിടുക്കമായിട്ട് വയ്യ. ഒന്നുമില്ല കേട്ടോ, ഒക്കെ വെറുതെ വന്നതാ. പിന്നെ ആൻസർ പറയാനൊക്കെ മുന്നേ ഞാനൊരു കാര്യം പറയാം കേട്ടോ. നമ്മൾ അമ്മൂട്ടിയുടെ വലിയ കുട്ടിയായിരിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവള് പ്രായം തികഞ്ഞ ഒരു വീഡിയോ. അതിൻ്റെ ഇടയിൽ ഇപ്പോഴും എനിക്ക് കമൻസ് വരുന്നുണ്ട് കേട്ടോ. ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കമൻസ് വരുന്നതിൽ കൂടുതലും ഇവളെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത്, ഇവൾക്ക് സ്വന്തം കാലിൽ നിൽക്കേണ്ട ആവശ്യം എന്താണുള്ളത്, കാരണം ഇത്രയും പൈസക്കാരായിട്ടുള്ളവർക്ക് എന്തിനാണ് യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യം, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കമൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ കാണുന്ന വലിയ കൊട്ടാരം ഉണ്ടാവും, അല്ലെങ്കിൽ കാർ ഉണ്ടായിരിക്കും, ഒരു വീട്, ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെയും സ്വപ്നങ്ങൾ മാത്രമാണ്. ഒരു വീട് കണ്ടതുകൊണ്ടോ ഒരു കാറ് കണ്ടതുകൊണ്ടോ അവർ കോടീശ്വരന്മാരായിരിക്കണം എന്നില്ല. പിന്നെ ഇനിയിപ്പോൾ അഥവാ ആണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാൻ ഒരാഗ്രഹവും ഇല്ലാത്തൊരു വ്യക്തിയാട്ടാ. പക്ഷെ നിവർത്തികേടാണ്. ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും പണിയെടുക്കാനും ഇഷ്ടമല്ല, അത് വേറെ ആവശ്യം. മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് ജോലി ചെയ്ത് സാലറി വാങ്ങിച്ച് മാസം മാസം എനിക്ക് അങ്ങനെ നിൽക്കണതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ. ഞാൻ കുറേ വർഷങ്ങൾ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. നമ്മളൊരു അടിമ കണക്കെ അങ്ങനെ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മേഖലയും കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പേരിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് അഹങ്കാരമാണോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. അതൊരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്വന്തം കാലിൽ നിൽക്കുക. അതിപ്പോൾ ഏത് കോടീശ്വരനാണെങ്കിലും എത്ര ലക്ഷപ്രഭുക്കളാണെങ്കിലും മറ്റൊരാളെ ആശ്രയിച്ച് ഒരു രൂപയ്ക്കെങ്കിലും നമ്മളെ ഇറക്കി ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് പലരുടെ ഭർത്താക്കന്മാരും അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ഉണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് നമുക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ടാവും, പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് ആരും ആശ്രയിക്കാണ്ട് നിൽക്കണം. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടമാവുന്നവരുണ്ടെന്ന് വെച്ചാൽ ഇപ്പം തന്നെ പറയാം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിൽ ഒരാളായിട്ട് എന്നെയും കാണാം, എന്നെയും കൂടെ കൂട്ടാം, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ Q&Aയിലേക്ക് കിടക്കാം. മൊബൈൽ എടുക്കാണ്ട് Q&A ചെയ്യാൻ വന്നിരുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ മൊബൈൽ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 21 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് ഹായൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് തുടങ്ങാം അല്ലേ. ആതിര റെനി, ആ കുട്ടി 2-3 കമൻസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് സന്തോഷമായിട്ടോ. അങ്ങനെ ഇടുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ചേച്ചിയുടെ സംസാരങ്ങളും ജീവിത രീതികളും നല്ല മോട്ടിവേഷനാണ്. ലവ് യു ചേച്ചി. താങ്ക്സ് ഡാ, താങ്ക് യു ഡാ. എനിക്ക് അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ വലിയൊരാളൊന്നുമല്ല, ഞാനൊരു യൂട്യൂബർ ആണെന്ന് പോലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് സ്വർഗം കീഴടക്കിയ ഒരവസ്ഥയാണ് കേട്ടോ. എനിക്ക് കുറേ ഫെയിം ആവണമെന്നോ പബ്ലിസിറ്റി വേണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഈ പറയണ പോലെ എന്താ പറയുക, നമുക്ക് മന്ത്ലി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ പോകാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ആ ഒരു കാര്യത്തിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ചേച്ചി, ആ കുട്ടി തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആതിര ചേച്ചി, എനിക്ക് ചേച്ചിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും വിഷമങ്ങളോ വയ്യായ്മകളോ ഉള്ള സമയത്ത് ഭയങ്കര ആശ്വാസമാണ് എനിക്ക്. ചേച്ചി പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഉപകാരപ്പെടുന്നു. എനിക്കിതിൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ഒരു മിനിറ്റ്, അമ്മ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, ഞാനെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോകും. അതെവിടെ കൊണ്ടുപോയി നിർത്തുന്നോ അല്ലെങ്കിൽ പറഞ്ഞു തീരുന്നോ പോലും അറിയില്ല. നിങ്ങൾ പലപ്പോഴും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലാസ്റ്റ് ഞാനൊരു ദീപത്തിൻ്റെ കത്തിച്ചേക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാര്യം എനിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവില്ല, തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തൂല എന്ന് പറയില്ലേ, അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ പറഞ്ഞു പോണതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ.
ആ കുട്ടി തന്നെ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എന്ന് സ്ഥിരം വീഡിയോ ഇടുന്ന ചേച്ചി കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഡെയിലി വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഡെയിലി വീഡിയോ ഇട്ടിരുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇടുമ്പോൾ വ്യൂസ് കുറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലല്ലോ. ഞാൻ ഈ അടുക്കളയിൽ കയറുന്നു, അവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കണു, എൻ്റെ പിള്ളേർ രണ്ടാളെ കാണിക്കണു, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കണു. ഇതിന് കൂടുതൽ എനിക്കൊന്നും കാണിക്കാനില്ല. അപ്പോൾ ഡെയിലി നിങ്ങൾ ഇതന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ വ്യൂസ് കുറയണേന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമുക്ക് സ്ഥിരം കമൻറ്റ് ചെയ്തിരുന്ന കുറേ പേര് പണ്ട് കേട്ടോ, അവരൊന്നും ഇപ്പം കാണാനേ ഇല്ല. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അവർ കാണാണ്ടാണോ അതോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാണ്ടാണോ എന്നാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ, കമൻറ്റ് ചെയ്യണം എന്ന്. കാരണം എനിക്കറിയാം പണ്ട് കമൻറ്റ് ചെയ്തോടുന്നവർ ആരൊക്കെയാന്നുള്ള കാര്യം. അപ്പോൾ അവർ കമൻറ്റ് ചെയ്യാണ്ടാവുമ്പോൾ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ചത്. ഇനിയിപ്പോൾ ബോറടി ആണെങ്കിൽ അത് വേണ്ട, വല്ലപ്പോഴും കാണുമ്പോൾ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം വീഡിയോസിൻ്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കാം. അടുത്തത് ആർഷ പ്രദീപാണ് കേട്ടോ. ആർഷ പ്രദീപ് 2233. എനിക്ക് ചേച്ചിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്, വല്ലാത്തൊരു ഫീലാണ് വീഡിയോ കണ്ടിരിക്കാൻ. ഞാനും ഒരു പ്രവാസി ഭാര്യയാണ്. ചേച്ചിയുടെ ചില സംസാരങ്ങൾ, ജീവിത രീതികൾ ഇതൊക്കെ എനിക്ക് നല്ല മോട്ടിവേഷൻ തരുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ വിഷമം വരുമ്പോൾ യൂട്യൂബ് നോക്കുമ്പോൾ ചേച്ചിയുടെ വീഡിയോ ആയിരിക്കും ആദ്യം കാണുക. അപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട്. അമ്മൂട്ടി, പായ്മ, ഉമ്മ. എനിക്ക് ആർഷയുടെ അടുത്ത് ഇതന്നെ പറയാറുള്ളത്, ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്താ പറയാ, അധികം പേരൊന്നും നമ്മുടെ വീഡിയോസ് ഒന്നും അങ്ങനെ കാണുന്നവരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ചിലപ്പോൾ നമുക്കൊരു 3K 4K അങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ അതിനും കുറവ്, ചിലപ്പോൾ 2K അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് എപ്പോഴും വരാറുള്ളൂ. വല്ലാണ്ട് ഹൈപ്പിൽ പോണ വീഡിയോസ് വന്നാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടൊക്കെ ഇട്ടാലേ വരുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ അധികം കുറ്റം പറഞ്ഞൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ആകെ കുറ്റം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബഷീർ ക്രീമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതെനിക്ക് 8ന്റെ പണി കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത്രയുള്ള വ്യൂസ് എന്ന് പറയുന്നത്, ഈ വ്യൂസിൽ നിന്നുകൊണ്ട് വേണം നമ്മളെപ്പോഴും അവിടെ നിന്ന് അങ്ങോട്ട് ഒരു തളിച്ച മുകളിലേക്ക് നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മൾ ആ ഒരു ലെവലിൽ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് കയറി പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ആരും വീഡിയോ കാണില്ല. എന്താ ചെയ്യാ. സ്വാതി മനസ്, നല്ല പേര് കേട്ടോ, മനസ്. ചേച്ചി ഡെയിലി വീഡിയോ ഇടുമോ? ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ ലൈവ് വരാത്ത എന്താ? ലൈവിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. ലൈവ് വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ലൈവ് വരാൻ പറ്റില്ല. കാരണം പിള്ളേർക്ക് എക്സാം വരാണ്. 16-ാം തീയതി തൊട്ടിട്ട് എക്സാമാണ്. അത് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഇപ്പോഴും എനിക്ക് അതിനെക്കുറിച്ചിട്ട് തീരുമാനമായിട്ടില്ല. എന്നാലും ഞാൻ യൂട്യൂബിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടാകും എൻ്റെ കെട്ടിയും വരുന്നുണ്ട് എന്നുള്ള കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും അറിയില്ല കേട്ടോ. ഏട്ടാ ഇന്ന് പറയും അടുത്ത മാസം വരുന്ന പറയും, പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയും വരുന്നില്ല പറയും, അതിൻ്റെ പിറ്റേ ദിവസം പറയും വരുന്നുണ്ടെന്ന് പറയും. എന്തായാലും നവംബർ 2-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം ഉണ്ട് വെച്ചാൽ ആൾ വന്നെങ്കിൽ വന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കറിയില്ല അങ്ങനെ വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പം ആ ഒരു തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ്, ഈ എക്സാം കഴിഞ്ഞോട് കൂടിയിട്ടാവും ഏട്ടൻ്റെ വരവ്. അപ്പം അത് കഴിഞ്ഞാലാണ് എനിക്ക് ലൈവ് വരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ലൈവ് വരാൻ ഞാൻ ചോദിച്ചാൽ, എൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കര വൃത്തിയായിട്ട രീതിയിലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. ഞാൻ പെട്ടെന്ന് വിഷമം, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പറയാം, വിഷമം തേടി പിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അത് അനുഭവിച്ചിട്ട് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാനെന്ന്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു കാര്യമില്ലാത്ത വിഷമം അല്ലെങ്കിൽ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ വിഷമം എടുത്ത് തലയിൽ കയറ്റിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെ ഡിപ്രഷൻ അടിച്ചടിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസിൻ്റെയും ലൈവിൻ്റെയും എണ്ണൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നത്. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് എക്സാം ഇങ്ങനെ നടക്കുന്നുണ്ട്. എക്സാം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എന്നെ കൊല്ലണേന് തുല്യമാണ്. സ്കൂളുകാർക്ക് ഇങ്ങനെ എക്സാം എടുത്തെടുത്ത് പോവാം. പക്ഷെ അതിൻ്റെ ബാക്കിൽ അമ്മമാർ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും ആരും ആലോചിക്കില്ല. കാര്യം എക്സാം വേണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കുട്ടികളെക്കാട്ടും ടെൻഷൻ അമ്മമാർക്കാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല, പക്ഷേ ആവശ്യമുണ്ട്. അടുത്ത നമ്മുടെ രശ്മി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നിനക്ക് നിൻ്റെ സ്വഭാവത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ 2 കാര്യം പറ. 2 നല്ല കാര്യം, 2 പൊട്ട കാര്യം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പൊട്ട കാര്യം പറയാനെന്ന് വെച്ചാൽ 2 നിൽക്കൂല, ഇഷ്ടംപോലെ ഉണ്ടാവും. എൻ്റെ ഒരു ആദ്യം ഞാൻ നല്ല സ്വഭാവം പറയാം. അതാകുമ്പോൾ വളരെ കുറച്ച് എണ്ണം ഉണ്ടായിരിക്കുള്ളൂ. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരെയും
എൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സഹായിക്കാണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ഒരുവിധം എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, പറ്റുന്ന രീതിയിൽ കേട്ടോ. ഞാൻ അങ്ങനെ കൊമ്പത്തെ പുള്ളിയും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ സഹായിച്ചോലെന്നൊക്കെ എനിക്ക് എട്ടിൻ്റെ പണിയും കിട്ടിയിട്ടുണ്ട്, അത് വേറെ വശം. പക്ഷെ എന്നാലും ഞാൻ കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഇഷ്ടമായിരിക്കില്ലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഉപദ്രവിച്ചവരെയും കൂടെ നമുക്ക് ഇഷ്ടപ്പെടാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ കണ്ണൊക്കെ നിറയണം, എനിക്ക് കാര്യമുണ്ട, എൻ്റെ ഗുരുവായൂരപ്പ ഇഷ്ടം. അപ്പോൾ അത് ഈ വീഡിയോ കാണണ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. പണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കൊണ്ടു നടന്നോടുന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ട് നിർത്തുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും അവർ തന്ന ആ ഒരു അടി ഉണ്ടല്ലോ, ആഘാതം സഹിക്കാൻ ഇനി പറ്റില്ല, കേൾപ്പില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ രണ്ട് കാര്യം ആണ് എൻ്റെ സ്വഭാവത്തിൽ നല്ലൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ നല്ലൊരു അമ്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട്. 2 കാര്യം ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ 3 കാര്യം പറഞ്ഞു. ഞാൻ നല്ല ഭാര്യയാണെന്ന് ഞാൻ പറയില്ല, കാരണം ഏട്ടനായിട്ട് ഇപ്പം കൂടി നല്ല പൊരിഞ്ഞ അടിയിലാണ് ഇരിക്കരുത്. അപ്പം നല്ല ഭാര്യ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ നല്ലൊരു അമ്മയാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോട്ടോ. അപ്പോൾ അടുത്തത് ഇഷ്ടപ്പെടാത്ത സ്വഭാവം. വേണമെങ്കിൽ ഞാൻ 2 എണ്ണമല്ല, ഒരു 15-20 എണ്ണം പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോണ സിറ്റുവേഷൻ ഉണ്ടാവണം കേട്ടോ. മാക്സിമം നമ്മൾ ക്ഷമിക്കും, മാക്സിമം നമ്മൾ എടുത്ത് ചാട്ടം എന്ന് അറിയില്ലേ, സത്യാവസ്ഥ എന്താണെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എടുത്ത് ചാടാറുണ്ട്, അതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. മാക്സിമം എനിക്ക് പറയാവുന്ന അത്രയ്ക്ക് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അങ്ങനത്തെ സ്വഭാവം എന്ന് വെച്ചാൽ വായയിൽ തോന്നുന്നത് അവർക്ക് വിളിച്ച് പറയും. മിനിമം എന്നില്ല, മാക്സിമം ആണ്. എത്രത്തോളം വിളിച്ച് പറയാൻ പറ്റുമോ അത്രത്തോളം വിളിച്ച് പറയും. മിക്കതും ഇതിൻ്റെ ഇരാന്ന് പറയുന്നത് എൻ്റെ അമ്മ, പിന്നെ എൻ്റെ കെട്ടിയോ. ഇവർ 2 പേരും ഇതിൻ്റെ ഇരകളാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള എൻ്റെ വൃത്തികെട്ട സ്വഭാവം അതാണ്. പിന്നെ ഫോൺ എടുക്കില്ല, ഫോൺ കട്ടാക്കി കളയും. അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ അടുത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് നിർത്താൻ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആ സ്വഭാവത്തിൽ നിന്ന് വിട്ടുപോരണമെന്ന് തോന്നിയിട്ടുള്ളത്, എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അതൊരു പൊട്ട സ്വഭാവമാണ് നല്ല സ്വഭാവമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് കരയും. ഒന്ന് തന്നെ 2 കരയാന്ന് അറിയില്ല. ഇവിടെ നിന്നൊരു കയറ്റം അങ്ങോട്ട് വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റം വന്ന് ഇത് ഇവിടേക്ക് എത്തിയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. എന്നൊരു വാക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ കുടുകുടാന്ന് വെച്ചിട്ട് ഒഴുകുണ്ടാവും. എവിടെ നിന്ന് ഇതിന് മാത്രം കണ്ണീര് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടാ. അടുത്തത് കോസ്മിക് കപ്പിള്, നമ്മുടെ അഖിലക്കുട്ടിയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചേച്ചിയും ചേട്ടനും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? 6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ എൻ്റെ കെട്ടിയവൻ എപ്പോഴും പറയും ഏട്ടൻ ചെറുതാണ്, ഞാൻ തള്ളച്ചിയാണെന്ന്. കാര്യം കണ്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നിയിരിക്കില്ലേ. ഏട്ടൻ സ്ലിം ആയിട്ടുണ്ടെങ്കിൽ ഏട്ടനെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഏട്ടൻ ഇപ്പം നല്ല പക്വമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി ആശ്വാസത്തിലാണ്. ഏട്ടൻ സ്ലിം ആയാൽ ഞാൻ തള്ളച്ചിയും ഏട്ടൻ ചെറുപ്പമാവും. പക്ഷെ ദൈവം സഹായിച്ച ആൾ ഇപ്പം പക്വമാണ്. ശ്രീലക്ഷ്മി സജിത്ത്, എനിക്ക് കൂടുതൽ ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് കാണാനാണ് ഇഷ്ടം. ഉൾപ്പെടുത്താൻ ശ്രമിക്കാടാ. ഏട്ടൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നും പയറും കടലയും പരിപ്പൊക്കെ തന്നെയല്ലേ വെക്കുന്നത്. അത് കണ്ടിരിക്കുമോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ ഇടയ്ക്ക് ഞാൻ തന്നെ ചിന്തിക്കേ, ഞാൻ എന്ത് തേങ്ങാപ്പുണ്ടാക്കി കാണിക്കുന്നത്, എന്ത് വെറുപ്പിക്കല്ലേ കാണിക്കണമെന്ന്. പക്ഷെ അത് ഇഷ്ടപ്പെടാൻ നിങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എന്തൊക്കെയോ സംഭവമാണല്ലേ. രഞ്ജിത്ത് ചങ്കാണ്. 2024 എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? ഇവൻ എന്നെ ആക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ രഞ്ജിത്ത്. അപ്പം 2024 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കൊല്ലമാണ് കേട്ടോ. ഈ 2024 എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ. 2024 എന്ന് പറഞ്ഞത് കാര്യം നമുക്ക് കുറേ പോസിറ്റീവ് സൈഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ അരങ്ങേറ്റം വരുന്നു, അത് അരങ്ങേറ്റം കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ സമയത്തേക്ക് വല്ല അസുഖം വന്ന് കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ വല്ല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അരങ്ങേറാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും 2024 ആ ഒരു കാര്യത്തിൽ പോസിറ്റീവ് ആണോന്ന്. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ, അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സൈഡാണ് ഉണ്ടാവും. പിന്നെ 2024 എനിക്ക് നേട്ടം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ പെണ്ണൊക്കെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം.
പിന്നെ പായുമ്മേനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ കുറച്ച് അഭിമാനിക്കാനുള്ള ഒരു നിമിഷങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ ആർട്സ് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ആള് പ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു അമ്മേനെ സംബന്ധിച്ചിട്ട് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ എന്താ, പിന്നെ എനിക്ക് 2024 ഒന്നും തന്നിട്ടില്ലടാ. എനിക്ക് ഭയങ്കര സങ്കടങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇത്രയും വൃത്തിയായിട്ടൊരു കൊല്ലം. എങ്ങനെയെങ്കിലും 2 മാസം കൂടെ കഴിഞ്ഞാൽ മതി. പക്ഷെ 2024 പോയ പോക്കുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാണ്ടാ. ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ തുറക്കുമ്പോഴേക്കും 2024 പോകല് കഴിഞ്ഞു. അത് സമ്മതിക്കണം. ആനന്ദ് ഇതുപോലെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് കേട്ടോ. എനിക്ക് അത്രയൊരു നമ്മുടെ അടുത്ത് എന്താ പറയാ, ആത്മാർത്ഥതയോട് കൂടി നിൽക്കുന്ന ഒരു കുട്ടി എന്ന് അറിയില്ലേ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ കേട്ടോ. എന്തും മെസ്സേജ് അയക്കണമെന്നല്ല പറഞ്ഞത്, എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ മെൻഷൻ ചെയ്ത് ചേച്ചി അത് ഇങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അയക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. എത്ര കാലമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട്? എൻ്റെ അച്ഛൻ മരിക്കുന്നത് 2017 അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സോഷ്യൽ മീഡിയ എടുത്തു തുടങ്ങിയത്. അതായത് നമ്മുടെ ടിക്ടോക്ക്. ഫസ്റ്റ് മ്യൂസിക്കലി ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ മ്യൂസിക്കലി ഉപയോഗിക്കാത്ത ഒരാളുണ്ട്. പക്ഷെ മ്യൂസിക്കലിയിൽ ഇതുപോലെ 2-3 വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഫോണിലല്ല എടുത്തത്, ചേട്ടൻ്റെ ഫോണിലാണ് കേട്ടോ. അത് കണ്ടിട്ടുണ്ടെന്നുണ്ടല്ലോ നിങ്ങൾ തുപ്പും പിടിച്ചിട്ട് അമാതിരി ദാരിദ്ര്യം പിടിച്ച വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ യൂട്യൂബ് എന്നാ പറയുന്നത്, ടിക്ടോക്കിൽ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. ആള് വീഡിയോസ് ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇൻട്രസ്റ്റ്. ഞാൻ ആദ്യം വല്ല പൂക്കളൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ച്, അല്ലെങ്കിൽ പായുവിൻ്റെ, അമ്മുവിൻ്റെ, കുട്ടു, നന്ദു ഇവരുടെയൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നടന്നുകൊണ്ട ഒരാളാണ്. അങ്ങനെ എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് അധികം ലൈക്കൊന്നുമില്ല, 5 ലൈക്ക് 6 ലൈക്ക് 7 ലൈക്ക് അങ്ങനെയൊക്കെ കണ്ട് ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. എന്താണ് സംഭവം, ലിപ്സിങ്ക് വീഡിയോസ് ഇട്ടാ. അങ്ങനെ ഇട്ട് ഇവിടം വരെ ഇങ്ങനെ എത്തി നിൽക്കണു. അപ്പോൾ 2018 തൊട്ടിട്ട് ഇവിടെ എണ്ണിയാൽ 6 വർഷമായിട്ടുണ്ട് കേട്ടോ. കൃഷ്ണപ്രിയ ശ്രീകുമാർ, ജോയിന്റ് ഫാമിലി ആണോ ഇപ്പോഴത്തെ ലൈഫാണോ ഇഷ്ടം? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ലൈഫാണ് കേട്ടോ ഇഷ്ടം. ജോയിന്റ് ഫാമിലിനോട് എനിക്ക് താല്പര്യക്കുറവുണ്ട് എന്നല്ല, അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ വല്ലാണ്ട് ഒരു മുഷിഞ്ഞ അവസ്ഥയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനോടാണോ ഇഷ്ടം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനും മക്കളും ഏട്ടൻ എന്ന് പറയാൻ ഏട്ടനോടെ ഗസ്റ്റ് റോൾ ആണല്ലോ, വല്ലപ്പോഴും വരണു കാണണു അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. സത്യം പറയുന്ന വെച്ചാൽ ഞാനും മക്കളും എന്ന് പറയുന്നത് എന്താ പറയാ, അതൊരു വേറൊരു ലോകം എന്ന് അറിയില്ലേ. അങ്ങനെ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ടാവും. കാരണം ഞാൻ ഏറ്റവും താഴെയുള്ള ഒരാളാണ്. നമുക്ക് അഭിപ്രായങ്ങളില്ല അവിടെ, നമ്മുടെ അഭിപ്രായത്തിനൊട്ട് വാല്യൂ ഇല്ല. അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കെട്ടിയോൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു വാല്യൂ തരാതെ നമ്മളൊരു പട്ടി വില എന്ന് അറിയില്ലേ, അത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറി താമസിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം രണ്ട് ജോയിന്റ് ഫാമിലി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആകെ അപ്പുറത്തെ ചേട്ടൻ്റെ വീടും ഇവിടെ ഈ ഒരു വീടും നമ്മൾ 2 വീട്ടുകാരാണ് ഒരുമിച്ച് താമസിച്ചിരുന്നത്. നന്ദികേടൊന്നും പറയുന്നതല്ലാട്ടാ, കാരണം ഇവിടെ ഈ വീട് ഇത് തറവാടാണ്. ഇതാണ് തറവാട്, നമ്മുടെ വീടാണ് തറവാട്. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും താമസിച്ചിരുന്നത്. അപ്പോൾ ഈ വീട് പൊളിക്കുമ്പോഴാണ് അവിടെ എല്ലാവരും കയറിക്കൂടി താമസിച്ചിട്ടുള്ളത്. 3 വർഷം നമ്മൾ അവിടെയാണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് താമസിക്കുന്നത്. അവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ തറവാട് ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ കാര്യമാണ് കേട്ടോ. ഏട്ടനും ഞാനും കൂടെ അടികൂടാത്ത ദിവസങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ പറയും. അത് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. കാര്യം എല്ലാവരും പറയുന്നെങ്കിൽ ലവ് മാരേജ് അല്ലേ, അങ്ങനെ ഒരു ചോദ്യം എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ലവ് മാരേജ് ആണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഏട്ടൻ നമുക്കൊരു വിലയും തരാണ്ട് നടന്നു ഒരാളുണ്ടാ. ഞാൻ ഏട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊന്നല്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഒരു ഭാര്യ എന്ന നിലയിൽ നമുക്ക് കുറച്ചൊക്കെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ തരണമല്ലോ. അത് എനിക്ക് കിട്ടി തുടങ്ങിയത് ഈ വീട്ടിൽ വന്ന് കയറി കൂടിയതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വീട്ടിൽ താമസിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അതല്ലാതെ അമ്മ ഉണ്ടായത് കൊണ്ടോ ചേച്ചി ഉണ്ടായത് കൊണ്ടോ ചേട്ടൻ ഉണ്ടായത് കൊണ്ടോ ഒന്നും അല്ല. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു വാല്യൂ തന്നിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് അവരെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കെട്ടിയവൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം കൊണ്ടാണ്. ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷമാണ്
എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റി തുടങ്ങിയത്. അതുവരെ എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും ഒരു മന്ദബുദ്ധിയായിരുന്നു എന്ന് അറിയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ പറഞ്ഞു വരുമ്പോൾ സൗണ്ട് ഇങ്ങനെ ഇടറും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ രഞ്ജിത്ത് സെസ്റ്റ് വീഡിയോ നല്ല കുറവുണ്ട് കേട്ടോ, ലൈവ് വരുന്നേ ഇല്ല. രഞ്ജിത്ത് ഞാൻ ഓൾറെഡി കാര്യം പറഞ്ഞു കഴിഞ്ഞു. വീഡിയോയുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കാം. ഇനി എന്തായാലും നിങ്ങൾ കാണണം കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ല എന്നാൽ വെച്ചാൽ പിന്നെ ഞാൻ വീഡിയോ ഇട്ടില്ല എന്ന് പറയില്ല. കാരണം വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കാണ് ഇഷ്ടമുള്ളൂ, നിങ്ങൾക്ക് ഒരു ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞാൻ വീഡിയോസിന്റെ എണ്ണം കൂട്ടാൻ പോവാണ്. വീഡിയോ കണ്ടില്ലെങ്കിൽ ഒറ്റ അളവ് ഞാൻ വിട്ടില്ല, നോക്കിക്കോ. ഞാൻ പറയുകയും ചെയ്യും, എല്ലാ വീഡിയോസിനും ഞാൻ വിളിച്ചു പറയും. ഡാൻസ് പ്രാക്ടീസ് വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസിന്റെ വീഡിയോസ് ഇടാന്ന് പറഞ്ഞാലേ അത് നമ്മൾ മാത്രമല്ലല്ലോ, അവിടെ കുറേ പേര് വേറെ ഇല്ലേ. അവർ കംഫർട്ടബിൾ ആണോ എന്നുള്ള കാര്യം നോക്കണം, അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കണം. അവർ ഓക്കെ ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ അമ്മിമക്കൾ മാത്രം ഞാൻ ചെന്തുക്കൊപ്പ് വേണേലും എടുത്തിടാന്ന് പറയില്ലേ, അങ്ങനെയാണ്. പക്ഷെ അവിടെ കുറേ പേരുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ശ്രമിക്കാം. ഓക്കെ. ശ്രീലക്ഷ്മി വീണ്ടും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹായ് ശ്രീലക്ഷ്മി. അപ്പോൾ കുമാരി പ്രദീപ്, സോറി പ്രദീപ് അല്ല കേട്ടോ, കുമാരി പ്രീത ഹായ്. അടുത്തത് ഗ്ലാം വിത്ത് മങ്കു. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ചെയ്യാൻ ഹസ് നല്ല സപ്പോർട്ടാണോ? തീർച്ചയായിട്ടും. ഏട്ടൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ല കേട്ടോ. അന്ന് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഞാൻ ഇതൊക്കെ നിർത്തുന്നതും എൻ്റെ കെട്ടിയവും കാരണമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 കൊല്ലമായിട്ടുണ്ട്. 3 കൊല്ലത്തിൽ ഞാനൊരു 5-6 മാസം വീഡിയോസ് ഇട്ടിട്ട് പിന്നെ ഒരു 2 കൊല്ലത്തോളം ഒരു 1.5 കൊല്ലത്തോളം ഞാൻ യൂട്യൂബ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഈ 1.5 കൊല്ലം യൂട്യൂബ് നിർത്താനുണ്ടായ കാരണം എൻ്റെ കെട്ടിയവൻ മാത്രമാണ്. നമ്മളിപ്പോൾ എവിടെ ചെയ്യാൻ മറ്റേ നമ്മുടെ എന്താ പറയുക കെയർ ബിജു അല്ലേ, ആ ചേട്ടൻ്റെ പോലെ നമ്മൾ മറ്റേ ഡയമണ്ടൊക്കെ വാങ്ങിച്ചിരുന്നേനെ. ഫാമിലി സപ്പോർട്ടാണോ? എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയത് തന്നെ എൻ്റെ ചേട്ടൻ കാരനാണ്. അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ സപ്പോർട്ടാണോ ചോദിച്ചാൽ ഇവിടെ സപ്പോർട്ടല്ല. ബാഡ് കമൻസ് ഒക്കെ വരുമ്പോൾ ഹസ് ദേഷ്യപ്പെടോ? ഒരിക്കലുമില്ല. ഏട്ടൻ ചിലപ്പോൾ പറയും ഡിലീറ്റ് ചെയ്തോ, ഏട്ടന് പേടിയുണ്ടാവും, പക്ഷെ എനിക്ക് പേടിയില്ല. അത് വേറെ വശം. ഞാൻ സപ്പോർട്ട് ആവശ്യം ഉണ്ടായിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഏട്ടൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. കാരണം ചത്ത് കളഞ്ഞാൽ മതി, സൂയിസൈഡ് ചെയ്താൽ മതി, അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് പിടിച്ചു കയറ്റാന്നറിയില്ലേ, അത് തീർച്ചയായിട്ടും എൻ്റെ കെട്ടിയോൻ്റെ പവറാണ് കേട്ടോ. ഞാനൊന്ന് ബ്രേക്ക് എടുക്കട്ടെ, എനിക്ക് കരച്ചിൽ വരുന്നു ഗൈസ്. അടുത്തത് നമ്മുടെ ആശക്കുട്ടി തന്നെയാണ് മെസ്സേജ് അയച്ചുള്ളത്. ഏട്ടൻ എപ്പോഴാണ് ഇനി നാട്ടിലേക്ക്? ഞാൻ പറഞ്ഞില്ലേ, ഏട്ടൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ലീവ് സാങ്ഷൻ ആയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾ തല്ലൂടി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ തല്ലൂട്ട പണ്ടൊക്കെ എന്താ വെച്ചാൽ ഞാൻ കാല് പിടിച്ച് പോയിരുന്നു. ഇപ്പോഴും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ എന്നെ വില വയ്ക്കാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഇനിയിപ്പോൾ ഏട്ടന് വേണമെന്നാൽ ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. തല്ലൂട്ട എല്ലായിടത്തും ഉണ്ടാവും, ചട്ടിയും കലാകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ലല്ലോ ആവശ്യം. ഫാമിലി എന്ന് പറയുന്നത് രണ്ടാളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഏട്ടനെ മിസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ മിസ്സൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ മിസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടോ? നമ്മൾ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്, ഓഡിയോ കോൾ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചില സമയങ്ങളുണ്ട് കേട്ടോ, നമ്മൾ ആരുമില്ലാണ്ട് ഒറ്റപ്പെട്ട് തികച്ചും നമ്മൾ ഒന്നുമില്ലാണ്ടാവുന്ന ഒരു നിമിഷം ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാന്ന് വെച്ചാൽ നമ്മുടെ കെട്ടിയോണ്ട് തന്നെ സാധിക്കുള്ളൂ, വേറെ ഒരാൾക്കും പറ്റില്ല കേട്ടോ. ഞാൻ മൂക്കൊക്കെ വലിക്കുന്നുണ്ട്. ഏട്ടൻ്റെ ചേച്ചിയുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ഒരു കാര്യം പറയാമോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആശക്കുട്ടീനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏട്ടൻ എൻ്റെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെട്ടതായിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത്രയും നല്ല സ്വഭാവമാണ് എൻ്റെ. പൊട്ട സ്വഭാവം എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ഉണ്ട് പറയാനുണ്ടായിരിക്കും. എനിക്കറിയില്ലടാ ഏട്ടൻ എൻ്റെ സ്വഭാവത്തിൽ എന്താ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ നന്നായി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും.
അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അത് ഏട്ടനെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നല്ല രീതിയിൽ എനിക്ക് റിവ്യൂ പറയാറുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. ആ ഒരു ചില ഭർത്താക്കന്മാരുണ്ട് ഉണ്ടിട്ട് എണീറ്റ് പോവും, ഒരു കാര്യം പോലും മിണ്ടില്ല എന്ന്. പക്ഷെ ഇവിടെ വെച്ച് കൊടുക്കുന്ന ഈ ഫുഡ് ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇത് നമ്മുടെ കാഴ്ചയോടേക്ക് എത്തുമ്പോഴേക്കും ചിരു അടിപൊളിയായിട്ടുണ്ടടി, സൂപ്പറായിട്ടുണ്ടടി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ളൊരു കുളിർമ ഉണ്ടല്ലോ, ഇത് വേറെ ലെവലാണ്. പക്ഷെ പൊട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ദേഷ്യപ്പെടുന്നതും തല്ലൂട്ടം, ദേഷ്യം വന്ന മായതൊന്ന് കുളിച്ച് പറയാം, വല്ലതൊക്കെ എടുത്ത് എറിയുക, ഇങ്ങനെ മറ്റേ ഈ പറക്കം തലകയിൽ പ്ലേറ്റൊക്കെ എടുത്ത് എറിയില്ലേ, ആ സ്വഭാവമൊക്കെ എനിക്കുണ്ട്. പക്ഷെ അത്രയും കയ്യിൽ നിന്ന് പോണ സമയത്താണ് കേട്ടോ. പിന്നെ പരിസര ബോധം ഉണ്ടാവില്ല. അല്ലോ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ചോത്തയിലാ സംസാരിക്കാം, ഈ ലോകം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ. എൻ്റെ സൗണ്ട് എവിടെ നിന്നില്ലാണ്ട് വരും. അല്ലെങ്കിലും ഞാൻ നോർമലി സംസാരിക്കും, ഇത്തിരി ഉറക്കം തന്നെയാണ്. ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ തൊണ്ടയൊക്കെ പൊട്ടുന്ന രീതിയിൽ അലറി വിളിച്ചിട്ടൊക്കെ ഞാൻ സംസാരിക്കാം. ചിലപ്പോൾ അതായിരിക്കും. അതേപോലെ ചേച്ചിക്കും ഏട്ടനിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാനൊന്ന് ആക്റ്റീവായിട്ടിരിക്കട്ടെ. ഏട്ടനിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഏട്ടൻ ആലോചിക്കണം. ഏട്ടൻ എന്ന് പറഞ്ഞത് ഇപ്പം എന്താ പറയാ, പക്ഷെ ഉണ്ടാണ് എനിക്ക് പറയാൻ കിട്ടാഞ്ഞിട്ടാട്ടോ. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. ഏട്ടന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടൻ കുറേ ചീത്ത പറയും. ചിലപ്പോൾ മുഴുത്ത തെറികൾ വിളിക്കും. ആ തെറികൾ ചിലപ്പോൾ നമ്മുടെ അമ്മ, അച്ഛൻ, അച്ചാച്ചൻ, ചേട്ടൻ, അങ്ങനെ നീണ്ടു പോകുന്ന നമ്മളെ ഫാമിലി ഉൾക്കൊള്ളുന്ന തെറികളായതുകൊണ്ട് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇതൊക്കെ തെറികളായിരിക്കും വരുന്നുണ്ടായിരിക്കാന്ന്. ഈ തെറികളൊക്കെ വിളിക്കും. പിന്നെ ഞാൻ എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ കുഞ്ഞു പിള്ളേർ വിളിക്കുന്ന പോലെ ആ പട്ടിത്തണ്ടീന അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാൻ വിളിക്കുക. പക്ഷെ ഏട്ടൻ നല്ല അടിപൊളിയായിട്ട് തൃശ്ശൂരുകാരെ നാണം കെടുത്താത്ത രീതിയിലുള്ള തെറികളൊക്കെ വിളിക്കും. ഇപ്പം കൂടി 2 ദിവസം മുന്നേ നല്ല അച്ഛല ഡോസൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. ഞാൻ പറയും തലോടി ഇരിക്കുകയാണ്. ആ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അച്ഛനും അമ്മയൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ആള് വിളിക്കും. അതെനിക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് പറയാൻ നോന്നായിരിക്കും. ഏട്ടാ ഞാനൊന്ന് ഡ്രസ്സ് എടുക്കണ കാര്യത്തിലൊന്നും പറയില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പം എവിടേക്കെങ്കിലും പോട്ടെ എന്ന് ചോദിക്കണം. ഏട്ടാ ഞാൻ അവിടെ പോട്ടെ, നോ. പിന്നെ ഞാൻ മോന്ത കയറ്റി പിടിച്ചു കുറച്ച് നേരം കഴിയുമ്പോൾ പൊക്കോ എന്ന് പറയില്ല. ആ ഒരു സ്വഭാവമാണ്. ആദ്യം നോ പറഞ്ഞിട്ട് പിന്നെ യെസ് പറയും. നമുക്കറിയാം കുറച്ച് നേരം കഴിഞ്ഞാൽ അത് യെസ് ആവുമെന്ന്. പക്ഷെ ആ നോന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഒരു പെരുപ്പുണ്ട്. ആ പെരുപ്പ് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഇനി ഏട്ടന് മനസ്സിലാവേയില്ല. ഈ 2 സ്വഭാവം എനിക്ക് ഏട്ടൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടത്, എന്തിനും നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്. നീ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് ഏട്ടൻ്റെ അടുത്ത് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടി വരാറില്ല. എനിക്ക് ഫുൾ ഫ്രീഡം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡ്രസ്സ് എടുക്കണു, ഏട്ടന് ഞാൻ ഡ്രസ്സ് എടുത്താലും ഒന്നുമില്ല, ഡ്രസ്സ് എടുത്തില്ലെങ്കിലും ഒന്നുമില്ല. ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് ഡ്രസ്സ് എടുക്കണേന് കണക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർ പറയണത് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. ഏട്ടൻ അങ്ങനെയൊന്നുമില്ല. ഈ എന്ത് തേങ്ങ വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഏട്ടൻ ഇരിക്കാം. അപ്പം അതൊരു പോസിറ്റീവായിട്ടുള്ള സൈഡാണ്. അപ്പം ഞാൻ 2 സൈഡ് പറഞ്ഞു, ഒരെണ്ണ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. പിന്നെ ഏട്ടൻ ഭക്ഷണം കഴിക്കണത് ഞാൻ വെക്കുമ്പോൾ നല്ലതാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. ഓക്കെ. ഷെഫീഖ് KM, കുട്ടികളുടെ അച്ഛൻ ഇനി എന്നാ നാട്ടിലേക്ക്, അവിടെ എന്താ ജോബ്? കുട്ടികളുടെ അച്ഛൻ നവംബർ 2-ാം തീയതി വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. എനിക്ക് അറിയില്ല ഇങ്ങനെ എന്നാ വരാന്ന്. അവിടെ എന്താ ജോബ്? ഏട്ടൻ സൂപ്പർവൈസറാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, അലുമിനിയം ഫാബ്രിക്കേഷനിൽ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യണത് കേട്ടോ. അമൽ ശിവദാസ്, നിങ്ങൾ ഒരു ഒഴുക്കത്തെ തോണിയാവാൻ ആഗ്രഹിക്കാറുണ്ടോ ചേച്ചി? ചോദ്യം സിമ്പിളാണ്, ഉത്തരം വേണം കേട്ടാ. ഇച്ചിരി വലിയ ഉത്തരം ആയിക്കോട്ടെ. നമ്മൾ ഈ Q&A ഇട്ടിട്ട് 6 ദിവസമായി. അമൽ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടും 6 ദിവസമായി. ഞാൻ അമലിൻ്റെ അടുത്ത് ഈ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ അമലിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുവിട്ടാം, എന്താ അമലെ ഈ ഒഴുക്കത്തെ തോണിന്ന്. അപ്പം അമൽ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അമലെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല, അമൽ ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് നമ്മളൊരു തോണി എന്ന് പറഞ്ഞാൽ അറിയാലോ, വഞ്ചി. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഒഴുക്കിന് പോവാണോ അതോ ഞാൻ പറയുന്ന രീതിയിലാണോ തോണി പോകേണ്ടതെന്നാണ് അമൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനൊരു ഒഴുക്കിൽ വെട്ട തോണിയാണ് കേട്ടോ.
എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഭവമില്ല. അത് അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പണ്ട് മുതലേ ഇല്ല. എൻ്റെ കല്യാണത്തിന് മുന്നും ഇല്ല, കല്യാണത്തിന് ശേഷവും ഇല്ല. ഇപ്പോഴാണ് പിന്നെയും ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോഴും ആ തീരുമാനങ്ങളുടെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുൾ സ്റ്റോപ്പ് എന്നത് എൻ്റെ കെട്ടിയവനാണ്. അപ്പം അത് ഏതൊരു സ്ത്രീക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം കൊടുക്കാനിട്ടല്ല, പക്ഷെ അവിടെ ഭരിക്കപ്പെടാണ് അല്ലേ. ഒരാണിൻ്റെ അണ്ടറിലാണ് സ്ത്രീ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ടറിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഭർത്താക്കന്മാരാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളും ഒഴുക്കത്തെ തോണി തന്നെയാണ് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എനിക്ക് തോന്നുന്നു. അമല് പറഞ്ഞിട്ടുണ്ടാകും ഇതിനെക്കുറിച്ച് നീശിക്ക് നന്നായി സംസാരിക്കാനുണ്ടായിരിക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല അമലെ. അത് ലൈഫല്ലേ, ലൈഫ് ഇങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും പബ്ലിക് ആക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരിക്കും. അതിനും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്തതായിട്ടുണ്ടാവും. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ സന്തോഷം മാത്രമല്ല, നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ മുഖം മാത്രമായിരിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് സങ്കടത്തിൻ്റെ മുഖങ്ങൾ വേറെ ഉണ്ടായിരിക്കും. ഒരുപാട് ഫാമിലിയിലല്ല, നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഇതുവരെ എന്താ പറയുക, നമ്മുടേതായ രീതിയിൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ജോഷിൻ്റെ മീറ്റപ്പ് കണ്ടിട്ടുണ്ടാകും. ഞാൻ ടിക്ടോക്ക് ആയിരിക്കുന്ന കാലം തൊട്ടിട്ട് ഇതേപോലെ കുറേ നമുക്ക് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുള്ളതാണ്. ടിക്ടോക്കിലാണെങ്കിലും മോജിലാണ് ഞാൻ കൂടുതലും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് മോജിൽ മന്ത്ലി വരുമാനം കിട്ടിയിരുന്നതാണ്. മന്ത്ലി ഒരു സാലറി പോലെ. അതുപോലെ നമുക്ക് കുറേ കൂപ്പൺസ്, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഡ്രസ്സ് എടുക്കാനാണെങ്കിലും എന്ത് സാധനങ്ങൾക്കാണെങ്കിലും നമുക്ക് അങ്ങനെ ഇവിടെ മോജിൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊന്നും ഏട്ടൻ എൻ്റെ അടുത്ത് പോകാനുള്ള അനുവാദം തന്നിട്ടില്ല. അവർ ഒരു വട്ടം വിളിക്കും, ഞാൻ ഇല്ല എന്ന് പറയും. 2 വട്ടം വിളിക്കും, ഞാൻ അപ്പോഴും ഇല്ല പറയും. 3 വട്ടം വിളിക്കും, ഇല്ല എന്ന് പറയും. പിന്നെ അവർ വിളിക്കാണ്ടാവും. കാരണം ഈ കുട്ടി വരില്ല, അല്ലെങ്കിൽ ഈ തള്ളപ്പിടി വരില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവർ വിളിച്ചിരിക്കുന്ന കാര്യമില്ലല്ലോ. പക്ഷെ എന്തായാലും നമ്മുടെ മാനേജേഴ്സിൻ്റെ കടമയാണ് നമ്മളെ വിളിക്കണം എന്നുള്ള കാര്യം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഏട്ടൻ വിടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവർ ചോദിക്കുന്ന സ്പോട്ടിൽ ഞാൻ പറയില്ല പറയൂട്ടാ. പക്ഷെ ഇതിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ്. ജോഷിൻ്റെയിലും ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ ആകെ ഒരു 5-6 വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ തീരെ ആക്റ്റീവ് അല്ല ഒരു കാര്യത്തിൽ. പക്ഷെ എന്നാലും എനിക്ക് അവിടുത്തെ നമ്മുടെ മാനേജറായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അഖിലനോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു മീറ്റപ്പ് വരുന്നുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്കട്ടെ. എപ്പോഴും അഖിൽ പറയുമ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ഏട്ടനോട് ചോദിക്കട്ടെ എന്നാ പറയാ. ഏട്ടനോട് ഞാൻ വെറുതെ ചോദിച്ചു. ഏട്ടൻ സ്പോട്ടിൽ പറഞ്ഞു നീ പൊക്കോന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അമ്പരന്ന് പോയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഏട്ടനിന്ന് ഞാനൊരു വാക്യം പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ സന്തോഷമായി എനിക്ക്. അപ്പോൾ ഞാൻ നേരെ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു മീറ്റപ്പിന് പോയത്. അപ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ഏട്ടനടുത്ത് ചോദിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രസ്സ് എടുക്കുമ്പോൾ ചോദിക്കണ്ടാന്ന്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ. ഒരിക്കൽ പറഞ്ഞു ഞാനും മുമ്പായി കൂടിയിട്ട് സിനിമയ്ക്ക് പോയി. പക്ഷെ പറഞ്ഞില്ല. ഏട്ടൻ ഷോർട്സ് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടെന്ന്. അന്ന് രാത്രി പൂരടി. എന്തുകൊണ്ട് പറഞ്ഞില്ല? നമുക്ക് പോണിടത്തേക്ക് എല്ലാതും പറയണം എന്നുണ്ടെന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ പോണ സ്ഥലങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അവർ പോണ സ്ഥലങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറയണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയണം. കാര്യം പറയുന്നത് നല്ലതായിരിക്കും. പോണ വഴിക്ക് വല്ല ആക്സിഡന്റ് ഉണ്ടാവി, ഇതുണ്ടാവി. എപ്പോഴാണ് നമ്മൾക്ക് എന്താ പറ്റാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന ഒരു അടിമത്ത ഫീല് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ പരിചയത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ഈ ഒരു അവസ്ഥ. പിന്നെ നമ്മൾ വല്ലാണ്ട് വലിയ സിറ്റിയിലും ടൗണിലും അമേരിക്കയിലും കാനഡയിലും ഒന്നും ജീവിക്കുന്ന ആൾക്കാരല്ലാത്തത് കൊണ്ട് നമുക്കിതൊക്കെ നേരിട്ട് തന്നെ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോണ്ടല്ലോ മിക്കതായിട്ടും പിറ്റേ ദിവസത്തേക്ക് ഒരു നോട്ടീസ് വീട്ടിലേക്ക് അയക്കും, ഡിവോഴ്സ് നോട്ടീസ്. കയറി ചെല്ലാൻ പോലെ ഒരു വീടില്ലോട്ട് എനിക്ക് അതൊന്നും അയക്കരുത് ഏട്ടാ, ഞാൻ വായ തോന്നിയത് പറയാമെന്ന് മാത്രം ചിന്തിക്കുക. അത്രയും വിചാരിച്ചാൽ മതി കേട്ടോ. ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല.
എനിക്ക് വേറെ വീടില്ല, വേറെ കയറി ചെല്ലാൻ ഒരാളില്ല, എന്നെ നോക്കാൻ ഒരാളില്ല. എൻ്റെ തന്തപ്പിടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, തന്തപ്പിടി എന്ന് പറഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞ പോലെയാന്ന് പറയും. ഈശ്വര, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ സ്നേഹത്തോടു കൂടി പറയുന്നുണ്ടോ തന്തപ്പിടി എന്നൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എന്നെ നോക്കാൻ ആരുമില്ല. അടുത്തത് പോസ്മിക് കപ്പിൾ. ചേച്ചിക്ക് ഏട്ടൻ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് മേടിച്ചു തന്ന ഗിഫ്റ്റ് എന്താണ്? ഏട്ടൻ എനിക്ക് കുറേ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗിഫ്റ്റുകൾ ഞാൻ കണ്ടു തുടങ്ങിയത് ഏട്ടനെ കൂടിയാണ്. പ്രേമിച്ച് നടന്നിരുന്ന സമയത്ത് കുറേ ഡയറി മിൽക്ക്, അതും കുഞ്ഞു കുഞ്ഞു ഡയറി മിൽക്ക് ഒന്നല്ല, അന്നത്തെ കാലത്ത് അത് വലിയൊരു സംഭവമാണ്. ഇത്രയും പോന്ന ഫാമിലി പാക്ക് ഡയറി മിൽക്ക് ഞാൻ കണ്ടു തുടങ്ങിയത് പോലും എൻ്റെ കെട്ടിയാൻ വാങ്ങിച്ചു തന്നിട്ടുള്ളതാണ്. ഡയറി മിൽക്ക് കൂടാതെ ഇതുപോലത്തെ കിറ്റ്കാറ്റ്, അന്ന് ഞാൻ മിൽക്കി ബാർ കഴിക്കില്ല, അതുകൊണ്ട് മിൽക്കി ബാർ ഒരിക്കലും അങ്ങനെ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. അത് ഞാൻ കടലത്തെ ചേച്ചിമാർക്കൊക്കെ കൊടുത്തു. ഏട്ടൻ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നത് ഒരു കൊട്ടക്കമ്മലാണ് കേട്ടോ. ഒരു ഇത്രയും പോകുന്ന ഒരു കൊട്ടക്കമ്മൽ, കുഞ്ഞത്. അന്ന് ഇത്രയും പോകുന്നതൊന്നുമില്ല, ഇത്രയും പോകുന്നത്തെ ഒരു കുഞ്ഞ് കൊട്ടക്കമ്മൽ, ഒരു 3/4 പവൻ്റെ ഒരു കൊട്ടക്കമ്മലാണ് ഇപ്പോൾ വാങ്ങിച്ചിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേകിച്ച് ആനിവേഴ്സറിക്കൊന്നും വാങ്ങിച്ചു തരാറൊന്നുമില്ല. പിന്നെ ഈ റീസെൻ്റ് ആയിട്ടാണ് ഇത് ഇപ്പോഴത്തെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഇറക്കിയത് കുക്കുറുവിനെയാണ്. പക്ഷെ അത് എനിക്കുള്ള ഗിഫ്റ്റ് ഒന്നുമല്ല, നമ്മുടെ ഫാമിലിക്ക് മൊത്തമായിട്ടുള്ളതാണ്. പേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനെ. അതിന് മുന്നത്തെ ഗിഫ്റ്റാണ് നമ്മുടെ ഈ ഒരു ഫോൺ, സാംസങ് S23 Ultra. അതിന് മുന്നത്തെ ഒരു ഗിഫ്റ്റാണ് ഒരു മാല എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് മാല ഏട്ടൻ മുഴുവനായിട്ട് എടുത്തോന്നല്ല, എൻ്റെ ഒരു മാല മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ഏട്ടനും കൂടെ അത്യാവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ഒരു 5 പവൻ്റെ മാലയൊക്കെ ഇട്ട് അതെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ ഒന്നും എടുത്ത് തന്നിട്ടില്ല. 15 വർഷമായിട്ടുണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. അതിൽ 4 വട്ടമാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. ബാക്കിയുള്ള 11 വട്ടം ഒരു മണ്ണങ്ങട്ട് എടുത്ത് തന്നിട്ടില്ല. ഞാൻ പോയിട്ട് സാരി എടുക്കും, ഡ്രസ്സ് എടുക്കും, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പൊക്ക് റീസെൻ്റ് ആയിട്ട് എടുത്ത് തന്നിട്ടില്ല എൻ്റെ ഫോണാണെങ്കിലും എൻ്റെ കുക്കറു ആണെങ്കിലും ഒക്കെ എൻ്റെ ജീവനാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫോണിനെയൊക്കെ പൊന്നുപോലെ കൊണ്ടുനടക്കാണ്. ഇതിനൊക്കെ ഒരു കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അയ്യോ ഒക്കെ ആലോചിക്കാൻ വയ്യ. അപ്പോൾ നമ്മുടെ Q&A കഴിഞ്ഞു കേട്ടോ. വേറെ ആർക്കും ഒന്നും പറയാനും ചോദിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂർ പോലും തികഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ അമലായിരിക്കും ഇത്തിരി വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. ഓ, ഞാൻ ഇത്രയും വലിയ ക്വസ്റ്റ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ പെണ്ണുപിള്ള ഇത്രയും പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഞാനൊരു ഒഴുക്കത്തെ തോണി തന്നെയാണ്. എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് അമലേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് ഇപ്പം എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ചില വാക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. എനിക്ക് അത് ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ അനുഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു നല്ല കാര്യത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് പിന്നെ ജീവിതകാലം മൊത്തം നമ്മളത് കേൾക്കേണ്ടി വരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് ആരെയും ആശ്രയിക്കണ്ട എന്നൊക്കെ ഉള്ളൊരു തോന്നല്. പക്ഷെ ദൈവം തമ്പുരാൻ അത് ഇഷ്ടമല്ല. ഇവളെന്നും ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അംഗീകരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിലും അങ്ങനെ വല്ലാണ്ട് എല്ലാവരും ഞാൻ ഭയങ്കര പോപ്പുലറാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു കൊണ്ടുപോകാനുള്ള രീതിയിൽ കുറച്ച് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നിൽക്കൂല നീ. കോടികളുള്ളവന് കോടികളാണ് കടം, ലക്ഷങ്ങളുള്ളവന് ലക്ഷങ്ങളാണ് കടം. അതാണ് അവസ്ഥ. നമുക്ക് പ്രത്യേകിച്ച് കടവും കാര്യങ്ങളുണ്ടെന്നൊന്നുമല്ല, നമുക്ക് കടമൊക്കെ ഉണ്ട്. ബാങ്കിൽ കടയില്ലാണ്ടിരിക്കണമൊന്നുമില്ല, കുറച്ചൊക്കെ കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല എൻ്റെ പ്രശ്നം. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പൊങ്കാലിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനത് അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ഇറക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നേരെ അടിയിൽ എഴുതുക. ഞാൻ വേണമെങ്കിൽ വീണ്ടും എനിക്ക് അടുത്ത കണ്ടന്റ് ആണല്ലോ, കണ്ടന്റ് തപ്പണ്ടേ. അപ്പോൾ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഞാൻ തമാശക്ക് പറഞ്ഞു, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടാണല്ലോ അത്. അതുകൊണ്ട് ഈ കമൻറ്റ് ഇടാൻ പറയുന്നത് കേട്ടോ. ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു കാര്യം അത്. ഇതിൽ ഞാൻ പറഞ്ഞതിൽ കുറേ പൊട്ടത്തരങ്ങളുണ്ടാവും, കുറേ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടായിരിക്കും,
എൻ്റെ കെട്ടിയവനെ കുറ്റം പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാനൊന്നും അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് സംസാരിക്കാറില്ല. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ബൈ ബൈ.